ഷുഡ്, മോഡൽ വെർബ് ഷുഡ്. മോഡൽ വെർബ് ഷുഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ ഷുഡ് പല ആശയത്തിൽ നിങ്ങൾക്ക് സെൻറ്റൻസുകളിൽ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം ഷുഡ് ഒരു മോഡൽ വെർബ് ആയതുകൊണ്ടാണ്. ഷുഡ് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കിപ്പോകാം. അപ്പോൾ തന്നെ ഷുഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു സിറ്റുവേഷനിൽ ഇന്ന കാര്യമാണ് ശരിയായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റൈറ്റായിട്ട് ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് പറയുവാനായിട്ടാണ് നമ്മൾ ഷുഡ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് പറയുവാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഷുഡ് യൂസ് ചെയ്യുന്നത്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, യു ഷുഡ് പ്രാക്ടീസ് യുവർ ഇംഗ്ലീഷ് മോർ ഓഫൺ. നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യണം. റെക്കമെൻഡേഷനാണ്. യു ഷുഡ് പ്രാക്ടീസ് യുവർ ഇംഗ്ലീഷ് മോർ ഓഫൺ. നെക്സ്റ്റ്, യുവർ ഇംഗ്ലീഷ് ഷുഡ് ഇംപ്രൂവ് ഇഫ് യു പ്രാക്ടീസ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആകും. എക്സ്പെക്റ്റേഷൻ ആണ്. യുവർ ഇംഗ്ലീഷ് ഷുഡ് ഇംപ്രൂവ് ഇഫ് യു പ്രാക്ടീസ്. നെക്സ്റ്റ്, ഷീ ഷുഡ് ബി ദെയർ. അവൾ അവിടെ ഉണ്ടായിരിക്കണം, കാണണം. എക്സ്പെക്റ്റേഷനാണ്. ഷീ ഷുഡ് ബി ദെയർ. നെക്സ്റ്റ്, ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് ഇൻ 10 minutes. മീറ്റിംഗ് 10 മിനിറ്റിനകം തുടങ്ങും. സോ ഷീ ഷുഡ് ബി ദെയർ ഓൾറെഡി. അതിനാൽ ഓൾറെഡി തന്നെ അവൾ അവിടെ ഉണ്ടായിരിക്കണം, കാണണം. സോ ഷീ ഷുഡ് ബി ദെയർ ഓൾറെഡി. നെക്സ്റ്റ്, ഷീ ഷുഡ് ബി ദെയർ ബൈ നൗ. അവൾ അവിടെ ഉണ്ടായിരിക്കണം, എത്തിയിരിക്കണം. ഷീ ലെഫ്റ്റ് ഹോം ആൻ അവർ അഗോ. അവൾ 1 മണിക്കൂറിന് മുമ്പ് വീട്ടിൽ നിന്നിറങ്ങി. ഷീ ലെഫ്റ്റ് ഹോം ആൻ അവർ അഗോ. നെക്സ്റ്റ്, ഷീ ഷുഡ് ബി ദെയർ. അവൾ അവിടെ കാണണം, ഉണ്ടായിരിക്കണം, ഉണ്ടാകും. ഷീ സെഡ് ഷീ വുഡ് അറൈവ് അറൗണ്ട് 3 PM. അവൾ ഏകദേശം 3 മണിയാകുമ്പോൾ എത്തുമെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ് ഷീ വുഡ് അറൈവ് അറൗണ്ട് 3 PM. നെക്സ്റ്റ്, ഡോണ്ട് വറി. വിഷമിക്കേണ്ട. ഷീ ഷുഡ് ബി ദെയർ. അവൾ അവിടെ കാണും, ഉണ്ടാകും. ഷീ ലെഫ്റ്റ് ഇയർലി ടു അവോയ്ഡ് ട്രാഫിക്. ട്രാഫിക് അവോയ്ഡ് ചെയ്യുവാനായിട്ട് അവൾ നേരത്തെ ഇറങ്ങി. ഷീ ലെഫ്റ്റ് ഇയർലി ടു അവോയ്ഡ് ട്രാഫിക്. നെക്സ്റ്റ്, ഈസ് എമിലി കമ്മിങ് ടു ദ മൂവി നൈറ്റ്. എമിലി മൂവിക്ക് വരുന്നുണ്ടോ? ഈസ് എമിലി കമ്മിങ് ടു ദ മൂവി നൈറ്റ്? യാ, അതെ. ഷീ ഷുഡ് ബി ദെയർ. അവൾ അവിടെ ഉണ്ടാകും, ഉണ്ടായിരിക്കണം. ഐ ടെസ്റ്റഡ് ഹെർ ദ ഡീറ്റെയിൽസ് ഏർലിയർ. ഞാൻ ഡീറ്റെയിൽസ് നേരത്തെ തന്നെ അയച്ചായിരുന്നു. ഐ ടെസ്റ്റഡ് ഹെർ ദ ഡീറ്റെയിൽസ് ഏർലിയർ. നെക്സ്റ്റ്, ഐ ഷുഡ് ഗോ. എനിക്ക് പോകണം. ഐ ഷുഡ് ഗോ. നെക്സ്റ്റ്, ഐ ഷുഡ് നോട്ട് ഗോ. ഞാൻ പോകുവാനായിട്ട് പാടില്ല. ഐ ഷുഡ് നോട്ട് ഗോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഐ ഷുഡിൻ ഗോ. ഞാൻ പോകുവാനായിട്ട് പാടില്ല. ഐ ഷുഡിൻ ഗോ. നെക്സ്റ്റ്, ഐ ഷുഡ് ഹാവ് ഗോൺ. ഞാൻ പോകേണ്ടതായിരുന്നു. പാസ്റ്റാണ്. ഐ ഷുഡ് ഹാവ് ഗോൺ. ഈ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് സംസാരിക്കുവാനായിട്ടാണ്. മീൻസ് പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുവാനായിട്ടാണ്. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് റിഗ്രറ്റ്സുകൾ പറയുവാനായിട്ടാണ്. അതായത് ഞാൻ പാസ്റ്റിൽ പോകേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ പോയില്ല. ഇപ്പോൾ ഞാൻ റിഗ്രറ്റ് ആയിട്ടിരുന്ന് പറയുകയാണ്, ഐ ഷുഡ് ഹാവ് ഗോൺ. ഞാൻ പോകേണ്ടതായിരുന്നു. നെക്സ്റ്റ്, ഐ ഷുഡിൻ ഹാവ് ഗോൺ. ഞാൻ പോകുവാൻ പാടില്ലായിരുന്നു. മീൻസ് ഞാൻ പാസ്റ്റിൽ പോയി, പക്ഷേ ഞാൻ ഇപ്പോൾ ഇരുന്ന് പറയുവാണ്, ഞാൻ പോകുവാനായിട്ട് പാടില്ലായിരുന്നു. ഐ ഷുഡിൻ ഹാവ് ഗോൺ. നെക്സ്റ്റ്, യു ഷുഡ് ഡു ഇറ്റ്. നീ അത് ചെയ്യണം. റെക്കമെൻഡേഷനാണ്. യു ഷുഡ് ഡു ഇറ്റ്. നീ അത് ചെയ്യണം. യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. നീ അത് ചെയ്യുവാനായിട്ട് പാടില്ല. യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. യു ഷുഡൻ ഡു ഇറ്റ്. നീ അത് ചെയ്യുവാനായിട്ട് പാടില്ല. നെക്സ്റ്റ്, വി ഷുഡ് എക്സസൈസ് മോർ. നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യണം. റെക്കമെൻഡേഷനാണ്. വി ഷുഡ് എക്സസൈസ് മോർ. നെക്സ്റ്റ്,
ഷീ ഷുഡ് വേക്ക് അപ്പ് ഇയർലിയർ. അവൾ നേരത്തെ എഴുന്നേൽക്കണം. ഷീ ഷുഡ് വേക്ക് അപ്പ് ഇയർലിയർ. നെക്സ്റ്റ്, യു ഷുഡ് സീ ദ ന്യൂ ജെയിംസ് ബോണ്ട് മൂവി. ഇറ്റ്സ് ഗ്രേറ്റ്. നീ പുതിയ ജെയിംസ് ബോണ്ടിൻ്റെ മൂവി കാണണം. ഇറ്റ്സ് ഗ്രേറ്റ്. റെക്കമെൻഡേഷനാണ്. നെക്സ്റ്റ്, യു ഷുഡ് ട്രൈ ടു ലൂസ് വെയ്റ്റ്. നീ നിൻ്റെ വെയ്റ്റ് കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കണം. റെക്കമെൻഡേഷനാണ്. യു ഷുഡ് ട്രൈ ടു ലൂസ് വെയ്റ്റ്. നെക്സ്റ്റ്, ഹി ഷുഡിൻ സ്മോക്ക്. അദ്ദേഹം സ്മോക്ക് ചെയ്യുവാനായിട്ട് പാടില്ല, പുക വലിക്കുവാനായിട്ട് പാടില്ല. ഹി ഷുഡിൻ സ്മോക്ക്. നെക്സ്റ്റ്, വാട്ട് ഷുഡ് ഐ വെയർ. ഞാൻ എന്ത് ധരിക്കണം. വാട്ട് ഷുഡ് ഐ വെയർ. നെക്സ്റ്റ്, ദേ ഷുഡ് ഫിക്സ് ദിസ് റോഡ്. അവർ ഈ റോഡ് ശരിയാക്കണം. ദേ ഷുഡ് ഫിക്സ് ദിസ് റോഡ്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ഓൺ മൈ ഡെസ്ക്. അതെൻ്റെ ഡെസ്കിൽ ഉണ്ടായിരിക്കണം, കാണും. ഇറ്റ് ഷുഡ് ബി ഓൺ മൈ ഡെസ്ക്. എക്സ്പെക്റ്റേഷനാണ്, അസ്യൂം ചെയ്ത് പറയുകയാണ്. ഇറ്റ് ഷുഡ് ബി ഓൺ മൈ ഡെസ്ക്. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെയും പറയാവുന്നതാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ മൈ ഡെസ്ക്. അതെൻ്റെ ഡെസ്കിൽ കാണണം, ഉണ്ടായിരിക്കണം. പ്രിപ്പോസിഷൻ ഇൻ ചേർത്ത് പറയുമ്പോൾ ഡെസ്കിൻ്റെ ഡ്രോവറിനുള്ളിൽ കാണും എന്നാണ് അതിൻ്റെ ആശയം. ഇറ്റ് ഷുഡ് ബി ഇൻ മൈ ഡെസ്ക്. നെക്സ്റ്റ്, ഹൗ യു സീൻ മൈ കീസ്. നീ എൻ്റെ കീസ് കണ്ടായിരുന്നോ. ഹൗ യു സീൻ മൈ കീസ്. ദേ ഷുഡ് ബി ഇൻ മൈ ഡെസ്ക് ഡ്രോവർ. അതെൻ്റെ ഡെസ്കിൻ്റെ ഡ്രോവറിനകത്ത് കാണും, ഉണ്ടായിരിക്കണം. ദാറ്റ്സ് വെയർ ഐ യൂഷ്വലി കീപ് ദം. അവിടെയാണ് ഞാൻ സാധാരണ അവ വെക്കാറുള്ളത്, കീസ് വെക്കാറുള്ളത്. ദാറ്റ്സ് വെയർ ഐ യൂഷ്വലി കീപ് ദം. നെക്സ്റ്റ്, ഡു യു നോ വെയർ ദ സ്റ്റാപ്ലർ ഈസ്. സ്റ്റാപ്ലർ എവിടെയാണെന്ന് നിനക്കറിയാമോ. ഡു യു നോ വെയർ ദ സ്റ്റാപ്ലർ ഈസ്. ഇറ്റ് ഷുഡ് ബി ഓൺ മൈ ഡെസ്ക്. അതെൻ്റെ ഡെസ്കിൽ കാണും, ഡെസ്കിൻ്റെ പുറത്ത് കാണും. ഇറ്റ് ഷുഡ് ബി ഓൺ മൈ ഡെസ്ക്. നെക്സ്റ്റ്, ഐ കാൺട്ട് ഫൈൻഡ് മൈ കാൽക്കുലേറ്റർ. എൻ്റെ കാൽക്കുലേറ്റർ കാണുന്നില്ല. ഐ കാൺട്ട് ഫൈൻഡ് മൈ കാൽക്കുലേറ്റർ. ഇറ്റ് ഷുഡ് ബി ഇൻ മൈ ഡെസ്ക്. അതെൻ്റെ ഡെസ്കിൽ കാണും, ഡെസ്കിൻ്റെ ഉള്ളിൽ കാണും, ഡ്രോവറിൽ കാണും. ഇറ്റ് ഷുഡ് ബി ഇൻ മൈ ഡെസ്ക്. നെക്സ്റ്റ്, ഐ എം ലുക്കിംഗ് ഫോർ ദ USB ഡ്രൈവ്. ഞാൻ USB ഡ്രൈവ് നോക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ ദ USB ഡ്രൈവ്. ഇറ്റ് ഷുഡ് ബി ഇൻ മൈ ഡെസ്ക് ഡ്രോവർ. എൻ്റെ ഡെസ്കിൻ്റെ ഡ്രോവറിൽ അത് കാണും. ഇറ്റ് ഷുഡ് ബി ഇൻ മൈ ഡെസ്ക് ഡ്രോവർ. നെക്സ്റ്റ്, ഷീ ഷുഡ് ഗ്രാജുവേറ്റ് ദിസ് സ്പ്രിംഗ്. ഈ സ്പ്രിങ്ങിൽ അവൾ ഗ്രാജുവേറ്റ് ആകും. എക്സ്പെക്റ്റേഷനാണ്. ഷീ ഷുഡ് ഗ്രാജുവേറ്റ് ദിസ് സ്പ്രിംഗ്. നെക്സ്റ്റ്, ഹീ ഷുഡ് ഫൈൻഡ് ഇറ്റ്. അവനത് കണ്ടെത്തണം. എക്സ്പെക്റ്റേഷനാണ്. ഹീ ഷുഡ് ഫൈൻഡ് ഇറ്റ്. അവനത് കണ്ടെത്തണം. നെക്സ്റ്റ്, ഹീ ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. അവനത് കണ്ടെത്തുവാനായിട്ട് കഴിയണം. പോസിബിലിറ്റിയാണ്. ഹീ ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. നെക്സ്റ്റ്, ഹീ ഷുഡ് ഹാവ് ഫൗണ്ട് ഇറ്റ്. അവനത് കണ്ടെത്തേണ്ടതായിരുന്നു. ഇവിടെ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം എന്നുള്ള സ്ട്രക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ ഷുഡ് ഹാവ് ഫൗണ്ട് ഇറ്റ്. അവനത് കണ്ടെത്തേണ്ടതായിരുന്നു. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് റിഗ്രറ്റ്സുകൾ പറയുവാനായിട്ടാണ്. ഇവിടെ പക്ഷേ സിറ്റുവേഷൻ എഴുതിയിട്ടില്ല. സിറ്റുവേഷൻ എന്തുമാകാം. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയെ പറ്റി പറയുന്നതാകാം. ചിലർ പ്രതീക്ഷിച്ച് കാണും അവരത് കണ്ടെത്തുമെന്ന്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പറയുവാനായിട്ട് ചാൻസ് ഉണ്ട്. ഹീ ഷുഡ് ഹാവ് ഫൗണ്ട് ഇറ്റ്. അവനത് കണ്ടെത്തേണ്ടതായിരുന്നു. അല്ലെങ്കിൽ പാസ്റ്റിൽ ഇന്ന സമയത്തിനുള്ളിൽ അവർ കണ്ടെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ കണ്ടെത്തിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പറയാവുന്നതാണ്. ഹീ ഷുഡ് ഹാവ് ഫൗണ്ട് ഇറ്റ്. അവനത് കണ്ടെത്തേണ്ടതായിരുന്നു. അപ്പോൾ സിറ്റുവേഷൻ എന്തുമാകാം. റിഗ്രറ്റ്സുകൾ പറയുവാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തത്, ഹീ ഷുഡ് ഹാവ് ലിസൺ ടു യുവർ അഡ്വൈസ്. അവൻ നിൻ്റെ അഡ്വൈസ് കേൾക്കേണ്ടതായിരുന്നു. ഹീ ഷുഡ് ഹാവ് ലിസൺ ടു യുവർ അഡ്വൈസ്. നെക്സ്റ്റ്, വി ഷുഡ് ഹാവ് ബുക്ക് അവർ ടിക്കറ്റ് ഇൻ അഡ്വാൻസ്. നമ്മൾ നമ്മുടെ ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടതായിരുന്നു. വി ഷുഡ് ഹാവ് ബുക്ക് അവർ ടിക്കറ്റ് ഇൻ അഡ്വാൻസ്. നെക്സ്റ്റ്, യു ഷുഡ് ഹാവ് കാൾ മീ ബിഫോർ കമ്മിങ് ഓവർ. നീ വരുന്നതിന് മുമ്പ് എന്നെ വിളിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് കാൾ മീ ബിഫോർ കമ്മിങ് ഓവർ. നെക്സ്റ്റ്, ഹീ ഷുഡ് ഹാവ് ചെക്ക് ഹിസ് ഇമെയിൽ ബിഫോർ ലീവിങ് ദ ഓഫീസ്. അദ്ദേഹം ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇമെയിൽ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. ഹീ ഷുഡ് ഹാവ് ചെക്ക് ഹിസ് ഇമെയിൽ ബിഫോർ ലീവിങ് ദ ഓഫീസ്.
നെക്സ്റ്റ്, യു ഷുഡ് ഹാവ് സ്പോക്കൺ ടു മീ ബിഫോർ ഡിസൈഡിങ്. തീരുമാനിക്കുന്നതിന് മുമ്പ് നീ എന്നോട് സംസാരിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് സ്പോക്കൺ ടു മീ ബിഫോർ ഡിസൈഡിങ്. ഇനി നമ്മളുടെ ദേഷ്യം അല്ലെങ്കിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്യുവാനായിട്ട്, കാണിക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ് വൈ ഷുഡ് ഐ. ഈ ഒരു ഫ്രേസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹെൽപ്പ് മീ വിത്ത് ദിസ്, എന്നെ ഒന്ന് സഹായിക്കൂ. ഹെൽപ്പ് മീ വിത്ത് ദിസ്. വൈ ഷുഡ് ഐ, ഞാൻ എന്തിനു സഹായിക്കണം. വൈ ഷുഡ് ഐ. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഫ്രേസാണ് ഹൗ ഷുഡ് ഐ നോ, എനിക്ക് എങ്ങനെ അറിയാം. ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. വേർ ആർ മൈ കീസ്, എൻ്റെ കീസ് എവിടെയാണ്. വേർ ആർ മൈ കീസ്. ഹൗ ഷുഡ് ഐ നോ, എനിക്ക് എങ്ങനെ അറിയാം. ഹൗ ഷുഡ് ഐ നോ.